ഒന്ന് അറപ്പ് മാറിയ കയ്യ അരവിന്ദാക്ഷ സാറേ ഇത്. പെണ്ണുങ്ങളെന്നോ കുഞ്ഞുങ്ങളെന്നോ ഒന്നും തരം തിരിച്ച് കണ്ടിട്ടില്ല. പച്ച ചോരയുടെ ഗന്ധമായിരുന്നു ഈ സ്റ്റീഫന്റെ മൂക്കിന് പത്യം. ഭയന്ന് വിളിച്ചുള്ള നിലവിളികളും യാചനകളും ഈ കാതിന് പത്യം. പിടിച്ചു കെട്ടാൻ പറ്റാത്ത ചീറ്റപ്പുലിയെ പോലെ പാഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒന്ന് വീണു. പിന്നീന്നായിരുന്നു വെട്ട്. കുതികാൽ നോക്കി കാല് പോയി എന്ന് കരുതിയതാ. പക്ഷെ ഡോക്ടർമാർ 2 or 3 തവണ കത്തി വച്ചപ്പോ അതിന് തിരിച്ചു കിട്ടി. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയതിന്റെ 90-ാം പക്കം പിന്നിൽ നിന്ന് വെട്ടിയവന്റെ കൈയും കാലും അരിഞ്ഞിടുമ്പോ ഇവൻ ഒറ്റ ഒരുത്തനെ മാത്രമേ സ്റ്റീഫൻ തുണയ്ക്ക് കൂട്ടിയുള്ളൂ. പക്ഷേ ഇപ്പൊ വയ്യ സാറേ, ഒരുപാടായി. അപ്പോ ഇത്രയും ദൂരം വരാൻ ഞാനടിച്ച പെട്രോളിന്റെ കാശ് വെറുതെ പോയി. അങ്ങനെ അങ്ങ് നിരാശപ്പെട്ട് കളയല്ലേ അരവിന്ദാക്ഷ സാറേ. ഒരു പണി ഏൽപ്പിക്കാൻ സ്റ്റീഫനെ തേടി വന്നവരാരും നിരാശപ്പെട്ട് മടങ്ങേണ്ടി വന്നിട്ടില്ല. പല്ലിന്റെ മൂർച്ച ഇത്തിരി കുറഞ്ഞ പുലിയെ പൂച്ചയെന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. സാറ് പറഞ്ഞ പണിക്ക് പറ്റിയ ഒരുത്തനുണ്ട്. കൈ വെട്ടാൻ പറഞ്ഞാൽ പോയി തല കൊയ്തിട്ട് വരുന്നവൻ. ആരാണത്? ഇവിടെ എങ്ങും ആരുമില്ല. അവര് മുങ്ങിന്നാ തോന്നുന്നേ. എന്തു പറ്റി നോക്കട്ടെ. മോളെ എന്തു പറ്റിയത്? വണ്ടി ബ്രേക്ക് ഡൗൺ ആയി മാഡം. ഈശ്വര, എന്താ മോളെ? വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. ദൈവമേ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ട്രെയിൻ മിസ്സായ നമ്മൾ എത്തുമ്പോ പാതിരാത്രിയാവും. അയ്യോ, നമുക്കൊരു ഓട്ടോ വിളിച്ചാലോ? ഞങ്ങൾക്കൊരു ഓട്ടോ പിടിച്ചതാ. ഷേളിയാ? ഹലോ. അയ്യോ, അത് ശരിയാവോ ഷേളി? ഞാൻ വേറെ വല്ല സ്ഥലം നോക്കണോ? ആ, ഈ സമയത്തിന് മറ്റൊന്നും പറ്റില്ലല്ലോ. ഓക്കെ, ബൈ. എന്തു പറ്റി മാനസേ? ഷേളിയുടെ പപ്പിക്കൊരു ആക്സിഡന്റ്. അവള് സ്റ്റേറ്റ്സിലേക്ക് തിരിച്ചു പോവാ. ഈശ്വര, കുഞ്ഞുമേ കുരുപോലെ ആയല്ലോ. നമ്മൾ ഇനി എങ്ങോട്ടാ പോകുന്നേ? ഫോർട്ട് കൊച്ചിയിൽ തന്നെ അവളൊരു ആന്റി ഉണ്ട്, മാർഗ്രറ്റ്. അവിടെ താമസിക്കാന്ന് അവള് പറയുന്നേ. ഞാനവരെ 2-3 വട്ടം കണ്ടിട്ടുണ്ട്. ഒരു മിസ്റ്റിക് ക്യാരക്ടർ. ചില സമയത്ത് വല്ലാതെ റഫായിട്ട് പെരുമാറും. മറ്റു ചില നേരത്ത് തോന്നും അവര് പരമസാധുവാണെന്ന്. തൽക്കാലം വേറൊരിടം കിട്ടുന്നത് വരെ 1-2 ദിവസത്തേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഗോപുമോളെ അവരുടെ അടുത്തേക്ക് വിടരുത്. അതെന്താ? കുട്ടികളെ അവർക്ക് ഇഷ്ടമല്ല. 6 വയസ്സുള്ള സ്വന്തം മോളുടെ ശല്യം സഹിക്കാൻ കഴിയാതെ പില്ലോ മുഖത്തമർത്തി കൊല്ലാൻ ശ്രമിച്ചത് അവർ. അയ്യോ, എന്റെ മോള്.
ഒന്ന് എന്തെങ്കിലും സഹായിക്കണോ മനുഷ്യ? പണിയെടുക്കാതെ ഞാൻ